ചിനു എന്താ മണിക്കുട്ടാണാ? അല്ല നിനക്കെന്തോ വിഷമമുണ്ടെന്ന് മണിക്കുട്ടി പറഞ്ഞായിരുന്നു. ആ പെണ്ണുമ്പിള്ളക്ക് പ്രാന്തണ്ട. എനിക്ക് എന്തോന്ന് വിഷമം? അല്ല എന്തെങ്കിലും വിഷമമുണ്ടെന്ന് എന്റെ അടുത്ത് പറയണം. അത് പിന്നെ ഞാൻ പറയൂലേ, വിഷമം ഉണ്ടെങ്കിലല്ലേ പറയണം. എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല പറയാതിരിക്കരുത്. നിന്റെ മനസ്സിൽ എന്താന്നേ എനിക്ക് ഗണിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നുമില്ല. അതും എനിക്ക് അറിയാണ. അതെ നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എല്ലാവർക്കും വിഷമാണ്, ഭയങ്കര സങ്കടമാണ്. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. അണ്ണ ഇരി അണ്ണ ഇരി. എനിക്ക് ഒരു പ്രശ്നമില്ലണ്ണ. എനിക്ക് എന്തോന്ന് പ്രശ്നം? അല്ല അങ്ങനെ വേണം. പിന്നെ ഞാനിപ്പോ ആർക്കും ഒരു ശല്യം ആവൂലണ്ണ. ഇങ്ങനെ അങ്ങ് ഒതുങ്ങി ജീവിക്കും. നമ്മളെ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ലെന്നാ. അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാനായിട്ട് ആരുടെ അടുത്ത് ഒരു ആഗ്രഹവും പറയാൻ പോവാറില്ല. ഇങ്ങനെ അങ്ങ് ജീവിച്ചങ്ങ് തീർക്കാം, അത്രേ ഉള്ളൂ. അല്ല നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാ പറയാം, ഞാൻ സാധിച്ചു തരത്തില്ല. അണ്ണാ കൂടപ്പിറപ്പുകൾക്ക് ഇല്ലാത്ത സ്നേഹം ബാക്കിയുള്ളവർക്ക് എന്തിന്? ശരി, കൂടപ്പിറപ്പുകൾക്ക് സ്നേഹമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ എന്ന് വെച്ചാൽ അളിയനും ഭയങ്കര സ്നേഹമാ. പിന്നെ ഭയങ്കര സ്നേഹം. അതൊക്കെ പണ്ടെണ്ണാ, ഭാര്യയും മക്ക വരുന്നതിന് മുമ്പ്. ഇപ്പം ഒരു സ്നേഹവും ഇല്ല. പെങ്ങൾ ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, ഇവിടെ ഇരുന്നാ എന്ത്, അവിടെ ഇരുന്നാൽ എന്ത്, ഒരു വിലയും ഇല്ലെന്നാ. ഒന്നും പറയണ്ട. ഞാൻ പോണെണ്ണ. പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എത്ര നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും ഇനി അങ്ങനെ ഉള്ളൂ. അല്ല നീ എന്തേ പറഞ്ഞു വരുന്ന? അണ്ണ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടാ. ഈ ഊഞ്ഞാലില്ലേ, ഓണത്തിന് ആടിയാലേ ആടുള്ള, അതിന് മുമ്പ് ആടൂലേ ഊഞ്ഞാല്? ആടും. അതിന് നീ എന്നോട് ഊഞ്ഞാല് കെട്ടിത്തരാൻ പറഞ്ഞില്ലല്ലോ. അണ്ണാ അതൊക്കെ ഞാൻ സഹിക്കും. ഇന്നാളൊരു ദിവസം അണ്ണാ ഒരു തട്ടുകടയെ കൊണ്ടുപോയി ഒരു ദോശ മേടിച്ചു തരാൻ ഞാൻ പറഞ്ഞു. ഒരു ഞെങ്ങിനി ദോശ അണ്ണാ പറ്റൂലെന്ന്. എടി നിനക്ക് എത്ര ദോശ വേണം ഞാൻ വാങ്ങിച്ചു തരും, ഓംലെറ്റ് അടക്കം. വേണ്ട, ഞാനേ ദോശ കഴിച്ച് നിർത്തി, തികഞ്ഞ്. വിശപ്പൊക്കെ മാറി, ഇനി എനിക്ക് വിശപ്പേ ഇല്ല. അല്ല ഇവളെപ്പോഴും ഈ ആഗ്രഹങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്റെ ഓർമ്മയിലില്ല. അളിയൻ ഇവിടെ ഒളിഞ്ഞു ഇപ്പൊ ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അളിയ. അല്ലല്ല പണ്ട് പോലെ അളിയന്റെ ഒരു ദുസ്വഭാവമായി ഒളിഞ്ഞു പോട്ടം. ആര്? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഞാൻ ഒരു ഊഞ്ഞാലിടാന്ന് വിചാരിച്ചു മക്കളെ. ഓണമൊന്നുമല്ലല്ലോ. ഓണത്തിന് മാത്രമേ ഊഞ്ഞാലിടാവുള്ളൂ നിയമം വല്ലതും ഉണ്ടോ? നിയമമൊന്നുമില്ല. എന്നാലും എന്തോ പരിപാടി? എന്ത് ആത്മഹത്യ ചെയ്യാൻ പോണോ? ഓ ഞാൻ തൂങ്ങിച്ചാവാൻ പോണു. നിങ്ങളൂടെയൊക്കെ ജീവിച്ചിട്ട് എന്തൊരു കാര്യം? ഒരു സമാധാനം തരാം. ഏത് സമയം രണ്ടും ആടിയും പീടിയും ബഹളവും. പിന്നെ ഞാനായിട്ട് എന്തിനു? അയ്യോ എനിക്ക് ടെൻഷൻ അല്ലാതെ തമാശ പറഞ്ഞിട്ടുണ്ടോ രവി ഇതുവരെ? ഇല്ല. ഞാൻ പറഞ്ഞ അവര് വിശ്വസിച്ച പരസ്പര ബന്ധമല്ലേ ഇവള് പറഞ്ഞു വന്നപ്പോഴേ ആദ്യം എനിക്ക് കാര്യം പിടിയിട്ടില്ല. ഇപ്പോഴല്ലയോ കാര്യം പിടികിട്ടിയത്. അണ്ണാ ഞാൻ നോക്കിയപ്പോഴേ തൂണിന്റെ സൈഡിൽ കൂടെ ഒരു മുഖം. എന്നാ പിന്നെ ഒരു പണി കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഒളിഞ്ഞിരിക്കുന്നു ഇങ്ങനെ. പക്ഷേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അവിടെ എവിടെയെങ്കിലും പോയിരുന്നു കരയും. അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ കരയിട്ട് മൂഷേട്ട സ്വഭാവത്തിന് ഒരു കുറവ് വരണമെങ്കിൽ ആരെങ്കിലും ഇതേപോലെ 2 ഡോസ് കൊടുക്കണം. അച്ഛൻ കയറും കൊണ്ട് ആ മാവിന്റെ മണ്ടയിലോ നീ പറഞ്ഞ